എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ യൂസ്ഫുൾ ആണ്. ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് എൻ്റെ കൂട്ടുകാരുടെ ആവശ്യപ്രകാരമാണ്. നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ തന്നെ രസ പൗഡർ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. ചേരുവകളെല്ലാം നല്ലോണം വറുത്തു പൊടിച്ച് പൊടിയുടെ ചൂടാറി ഒരു എയർ ടൈറ്റുള്ള പാത്രത്തിൽ സൂക്ഷിക്കുവാണെങ്കിൽ 6 മാസക്കാലത്തേക്ക് നമുക്ക് ഈ പൊടി സൂക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇതുപോലുള്ള കറി പൗഡറൊക്കെ നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കി സൂക്ഷിക്കുവാണെങ്കിൽ വളരെ എളുപ്പത്തിലാണ് നമുക്ക് കറികൾ തയ്യാറാക്കി എടുക്കാനും സാധിക്കുന്നത്. ഈ ഒരു രസ പൗഡറിലേക്ക് ഞാൻ ഉലുവ ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ കുറച്ച് ഉലുവ കൂടി ചേർക്കാവുന്നതാണ്. ഇനിയിപ്പോൾ എളുപ്പത്തിൽ രസം തയ്യാറാക്കി എടുക്കാനായിട്ട് ഇതൊരു സ്പൂൺ അളവിൽ തന്നെ ചേർത്താലും മതിയാകും. നമ്മുടെ വീഡിയോയിൽ കൂടെ ഞാൻ കാണിച്ചു തന്നിട്ടുള്ള ഓരോ കറി പൗഡറും വെച്ചിട്ട് എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ കറികൾ തയ്യാറാക്കി എടുക്കുന്നതെന്ന് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ നോക്കാം എങ്ങനെയാണ് വളരെ രുചികരമായിട്ട് രസ പൗഡർ നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കണ്ടു നോക്കാം. ഇനി നമുക്ക് രസപ്പൊടി തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 100 ഗ്രാം അളവില് തുവരപ്പരിപ്പാണ് ആദ്യം നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ചീനച്ചട്ടിയിലേക്ക് തുവരപ്പരിപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഈ തുവരപ്പരിപ്പ് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. നമ്മളിന്ന് തയ്യാറാക്കി എടുക്കുന്നത് തക്കാളി രസം പൗഡറാണ്. അപ്പം അതിനായിട്ടുള്ള ചേരുവകളാണ് നമ്മളിന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതും. ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നിങ്ങളുടെ കൈവശം ചുവട് കട്ടിയായിട്ടുള്ള അയൺ പാനോ അല്ലെങ്കിൽ ഇതുപോലെ ഓടിന്റെ പാത്രമൊക്കെ ഉണ്ടെങ്കിൽ അതെടുക്കുന്നതാണ് നല്ലത്. കഴിവതും നോൺ സ്റ്റിക്ക് പാനിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യാതിരിക്കുക. ഇപ്പോൾ നമ്മുടെ പരിപ്പ് നല്ലോണം ഒന്ന് ചുവക്കെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പരിപ്പൊന്ന് കോരി മാറ്റാവുന്നതാണ്. പരിപ്പ് നല്ലോണം തന്നെ ഇതേപോലെ ചുവന്ന കളറിലേക്ക് ആയി കിട്ടണം. നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് 1/4 ഗ്ലാസ്. നമ്മളിപ്പോ ഒരു ഗ്ലാസ്സിലാണ് അളന്നെടുക്കുന്നതെങ്കിൽ ആ ഒരു ഗ്ലാസ് അളവായിട്ട് തന്നെ എടുക്കണം. 1 ഗ്ലാസ് തുവരപ്പരിപ്പ് എടുത്തെങ്കിൽ 1/4 ഗ്ലാസ് അളവില് മല്ലിയാണ് എടുത്തിട്ടുള്ളത്. മല്ലിയും ഇതുപോലെ തന്നെ വറുത്തെടുക്കാം. രസം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് വലിയ മല്ലിയാണ്, ചെറുമല്ലിയല്ല. ഇത് കഴുകി വെയിലത്തിട്ടൊക്കെ ഉണക്കി വെച്ചേക്കുന്ന കാര്യങ്ങളാണ്. എങ്കിലും ഇതുപോലെ വറുത്തെടുക്കുമ്പോഴാണ് നമ്മുടെ പൊടികൾക്ക് നല്ലൊരു സ്വാദ് കിട്ടുന്നത്. അങ്ങനെ നമ്മുടെ മല്ലിയും മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതും കോരി മാറ്റാം. മല്ലിയും കോരി മാറ്റിയിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് 1/2 ഗ്ലാസ് അളവില് നല്ല ജീരകമാണ്. നല്ല ജീരകവും വറുക്കാൻ ഇട്ട് കൊടുക്കുവാണ്. ഇതും നല്ലതുപോലെ പൊട്ടി വരുന്നത് വരെയും വറുത്തെടുക്കാം. അങ്ങനെ നമ്മുടെ ജീരകവും നല്ലപോലെ പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കിതും ഒരു മാറ്റാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 1/4 ഗ്ലാസ് അളവില് കുരുമുളകാണ്. കുരുമുളക് പാനിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. കുരുമുളകിന്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില, 3 വറ്റൽമുളക് കൂടി ചേർക്കുന്നുണ്ട്. ഇത് നമുക്ക് വറുത്തെടുക്കാം. ഇനി ഇതിന്റെ കൂടെ തന്നെ 2 കഷ്ണം കായം കൂടെ ചേർക്കുന്നുണ്ട്. കുരുമുളകും കറിവേപ്പിലയും കായവും കൂടെ ചേർത്ത് വറുത്തെടുക്കാം. ഇതുപോലെ ചുവട് കെട്ടിയുള്ള പാത്രം ഞാൻ എടുക്കാൻ പറഞ്ഞത് ചെറിയ തീയിൽ തന്നെ വെച്ച് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ സാധിക്കും. കാരണം ചട്ടി ചൂടായി കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിലാണ് നമുക്കിത് പാകമായി കിട്ടുന്നത്. നോൺ സ്റ്റിക്ക് പാൻ ആണെങ്കിൽ അതിന്റെ ആ കോട്ടിങ് ചൂട് കൊണ്ട് ഇളകി വരാൻ സാധ്യത കൂടുതലാണ്. അങ്ങനെ നമ്മുടെ കുരുമുളകും ഇവിടെ മൂപ്പായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം. കായം ഞാനിവിടെ എടുത്ത് മാറ്റുന്നില്ല. കായം ഒന്നും കൂടെ മൂത്ത് വരണം. അപ്പം അതിനായിട്ട് ചെറിയ തീയിൽ തന്നെ ഇട്ട് കൊടുത്ത് ഒന്ന് മുരിയിച്ചെടുക്കാം. കായം വറുത്തെടുക്കുമ്പോൾ തവി വെച്ചിട്ട് നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതൊന്ന് മുരിയിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. കായമില്ലെങ്കിൽ കായപ്പൊടിയും ചേർക്കാവുന്നതാണ്. പക്ഷേങ്കിൽ നല്ല മണമൊക്കെ കിട്ടണമെങ്കിൽ ഇതുപോലെ കായം തന്നെ ചേർത്ത് കൊടുക്കണം. കായവും നമുക്ക് കോരി മാറ്റാം. അങ്ങനെ നമ്മുടെ എല്ലാ ചേരുവകളും ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചൂടാറി വരുമ്പോൾ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. അതിനു മുമ്പായിട്ട് തന്നെ നമുക്കിതിലേക്ക് 1 നുള്ളു മഞ്ഞൾപ്പൊടിയും 1 നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. 1 നുള്ളു ഉപ്പ് ചേർക്കുന്നുണ്ട്. 1 നുള്ളു മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കാം. ഇനി ഇതെല്ലാം ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ചൂടിൽ കിടന്ന് മഞ്ഞൾപ്പൊടി ഒന്ന് ചൂടായി കിട്ടട്ടെ. ഇനിയിപ്പോൾ ഇതൊന്ന് ചൂടാറി വരാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ വറുത്തെടുത്ത ചേരുവകളൊക്കെ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുക്കുന്നതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് പൊടിച്ചെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ രസപ്പൊടി ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് പൊടിച്ചെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ഈ ഒരു പാനിലേക്ക് തന്നെ മാറ്റാവുന്നതാണ്. അപ്പോൾ നമ്മുടെ രസപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇതുപോലെയാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. വളരെ എളുപ്പമാണ് ഈ ഒരു പൊടി തയ്യാറാക്കി വെക്കാനായിട്ട്. ഇനിയിപ്പോൾ ഒരു രസമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. ഇനി ചൂടാറിയതിനു ശേഷം കുപ്പികളിലേക്ക് അടച്ച് സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോയും എന്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുവാണ്. ഇനിയും ഉപകാരപ്രദമായിട്ടുള്ള നല്ല നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് അടുത്ത ദിവസവും നമുക്ക് കണ്ടുമുട്ടാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടു കൂടി തന്നെ വീണ്ടും കാണാം.